രോഗവുമായി ഗുസ്തി പിടിച്ച് രോഗി നശിക്കുന്നതല്ലാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ രോഗം എന്നുള്ളതിനെ നിങ്ങൾ വെറുതെ വിടുക. അത് നമ്മുടെ തെറ്റുകളുടെ ഫലമാണ്. എന്താണ് നമ്മുടെ തെറ്റ്? എവിടെയാണ് തിരുത്തൽ വേണ്ടത്? അതുകൊണ്ട് രോഗത്തിൻ്റെ ഭാവി നോക്കരുത്. ഭാവി പ്രചരണം കൊണ്ട് കാര്യമില്ല. രോഗത്തിൻ്റെ വർത്തമാനവും നോക്കണ്ട. സ്കാൻ ചെയ്യുന്നു, എക്സ്റേ എടുക്കുന്നു, ലാബ് ടെസ്റ്റ് ചെയ്യുന്നു. ആ വർത്തമാനം കൊണ്ടും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. റിപ്പോർട്ടുകൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് സുഖമില്ലെങ്കിൽ പോയില്ലേ. അപ്പോൾ രോഗത്തെ നിങ്ങൾ വെറുതെ വിടുക. അതിൻ്റെ ഭാവിയും വർത്തമാനവും നോക്കേണ്ടതില്ല. ഭൂതമാണ് നോക്കേണ്ടത്. എന്തുകൊണ്ടെനിക്ക് ഈ രോഗം തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ടെനിക്ക് ഈ രോഗം ഉണ്ടായി എന്നുള്ള ഒരു നോട്ടം, അതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ചികിത്സകൻ്റെ ജോലി വഴിമുട്ടുന്ന ഒരു ഗതികേടാണ്. രോഗി രക്ഷപ്പെട്ടാൽ ഡോക്ടറുടെ കാര്യം കഷ്ടമായി. രോഗത്തിൻ്റെ കാരണം അന്വേഷിക്കാതെ രോഗത്തെ ചികിത്സിക്കാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ സാധിക്കും. നടന്നുകൊണ്ടേയിരിക്കേണ്ടതായി വരും. പാമ്പും ചാവില്ല, കോലും ഒടിയില്ല എന്ന് നാട്ടുഭാഷ പറയുന്ന പോലുള്ള ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ്. ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് പ്രമേഹം മാറാ രോഗമാണ്, അത് പാരമ്പര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ BP അങ്ങനെ തന്നെയാണെന്നായി. പിന്നെ കൊളസ്ട്രോൾ അങ്ങനെയാണെന്നായി. ഹാർട്ടിൻ്റെ അസുഖം അങ്ങനെയാണ്, വേണമെങ്കിൽ നമുക്കൊന്ന് കീറാം, അല്ലെങ്കിൽ ബലൂൺ കയറ്റാം. എന്നാലും മരുന്നുകൾ വീണ്ടും കഴിക്കണം. വീണ്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഈ കുഴപ്പങ്ങൾ വരും. ആർത്രൈറ്റിസ് അങ്ങനെയാണെന്നായി. തൈറോയിഡ് തകരാറും മാറാത്തതാണെന്നായി. ആസ്തമ വന്നാൽ ജീവിതകാലം ഉണ്ടാകുമെന്നായി. ഓസ്റ്റിയോപൊറോസിസ് കാൽമുട്ട് തേയ്മാനമാണെങ്കിൽ അതും മാറില്ല എന്നായി. യൂട്രസിലൊരു സിസ്റ്റോ ഫൈബ്രോയിഡോ ഉണ്ടെങ്കിൽ മുറിച്ച് കളഞ്ഞാലേ പറ്റുമെന്നായി. അങ്ങനെ എല്ലാ രോഗങ്ങളും ഇവരിങ്ങനെ കമേഴ്ഷ്യലാക്കി, ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ ഒരു ചികിത്സാ രീതിയിലും രോഗത്തെ ഇതുപോലെ ലാഭമാക്കുന്നൊരു പ്രക്രിയയില്ല. ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ ചികിത്സിച്ചാൽ എത്ര രൂപയുടെ ചിലവ് വരും? ഇത്രേ ഉള്ളൂ. ഹോമിയോ പോവുകയാണെങ്കിൽ അത്രയും വരുന്നില്ല. പ്രകൃതി ചികിത്സയ്ക്ക് വരികയാണെങ്കിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റേ നമുക്ക് വേണ്ടു. ഒറ്റ പ്രാവശ്യം മാത്രം നമ്മൾ പഠിച്ചു. അത് തുടരാൻ നമുക്ക് സാധിച്ചാൽ പിന്നീടൊരു രോഗവുമില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് നമുക്കുള്ളത്. ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന അനേകം ആളുകൾ ഇന്ന് കേരളത്തിൽ 5 കൊല്ലമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി, 30-40 കൊല്ലങ്ങളായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന അനേകം മനുഷ്യരിന്ന് കേരളത്തിലുണ്ട്. പ്രകൃതി പിന്തുടരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ട്. അപ്പം അത് കാര്യങ്ങളൊന്ന് പഠിച്ച് നമ്മെ തന്നെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ആദ്യം ബോധ്യപ്പെടേണ്ടത് നമുക്കാണ്. എന്താണ് നമ്മുടെ ശരീരം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെന്താണ് വേണ്ടത്, അതിനെന്തിന് പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ലളിതമായി അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാറി. അപ്പോൾ ആദ്യത്തെ കാര്യം, ശരീരത്തിന് സുഖമില്ല എന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് ആഹാരം ഉപേക്ഷിക്കലാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും ചെയ്യുന്നത് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. അതല്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നീര് വീഴ്ച പോലെ തോന്നി, അല്ലെങ്കിൽ വിശപ്പില്ല എന്ന് തോന്നി, ഒരു അസ്വസ്ഥത, അസുഖം തോന്നിയാൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി. പണ്ട് നമ്മുടെ കാരണവന്മാർ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയല്ല. പനി വന്നാൽ ചുക്ക് കാപ്പി നല്ല ചൂടിന് ആ ചൂടോടെ കുടിച്ചിട്ട് എവിടെയെങ്കിലും മൂടിപ്പോവച്ച് കിടക്കും, കംപ്ലീറ്റ് മൂടിപ്പോവച്ച് കിടക്കും. വെട്ടി വിയർത്ത് കഴിഞ്ഞാൽ ആ വിയർപ്പ് വിഷാംശങ്ങളെ നീക്കിക്കളയും, പനി മാറും. അവർക്കറിയായിരുന്നു. അവരുടെ സഹജമായ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനുണ്ടാക്കിയിരുന്ന ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചറിവുകളുണ്ടായിരുന്നു. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ചികിത്സ, ഫാക്ടറി ചികിത്സ. ഞങ്ങൾ ഈ പ്രകൃതി ചികിത്സകരെ അലോപ്പതിക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. സുഹൃത്തുക്കളായ ഡോക്ടർമാരും ധാരാളം ഉണ്ട് കേട്ടോ. പക്ഷെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന
കമേഴ്ഷ്യലായിട്ടുള്ള ഡോക്ടർമാർക്ക് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ടെടുത്താൽ കണ്ടുകൂടാം. എന്താ കാര്യം? ഒന്ന്, ഇരിക്കുന്ന കൊമ്പിൻ്റെ പിന്നിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ഈ പ്രകൃതി ചികിത്സയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന അനേകം ആളുകൾ ഇന്ന് നമ്മുടെ പ്രകൃതി ജീവിതത്തിനുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കും, ആർക്കും സാധിക്കും. ഒന്ന്, ഏത് രോഗവും മാറാവുന്ന ഒരവസ്ഥയിലിരിക്കുന്ന ഏത് രോഗവും നമുക്ക് മാറ്റാൻ പറ്റും. മാറാവുന്ന ഒരവസ്ഥയും കഴിഞ്ഞു മോശമായി കഴിഞ്ഞാൽ അത് സഹിക്കുക, കുറച്ചൊക്കെ കൊണ്ടു നടക്കുക നിർത്തിയുള്ളൂ. അപ്പോഴും ഏറ്റവും കൂടുതൽ ആശ്വാസം തരുന്നത് നമ്മുടെ പ്രകൃതി രീതികളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിന് വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ 37.2 ട്രില്യൺ കോശങ്ങളുള്ള ശരീരത്തിലെ ഒരു ഭാഗത്തെ കോശങ്ങളിൽ അപാകതകൾ കൂടുതലുണ്ട്. ചിലപ്പോൾ അഴുക്ക് കെട്ടിക്കിടക്കുന്നതായിരിക്കാം, വിഷാംശം കയറിയതായിരിക്കാം, അതുമല്ല എങ്കിൽ കോശങ്ങളുടെ വിഭജനത്തിൻ്റെ താളം തെറ്റിയതായിരിക്കാം. എന്താണെങ്കിലും ചെയ്യേണ്ടത് ആദ്യത്തെ നടപടി ലംഘനം പരമൌഷധം. ആയുർവേദത്തിൽ അഷ്ടാംഗഹൃദയം പറയുന്നത് ഏറ്റവും മികച്ച സുപ്രീം കോർട്ട് എന്ന് പറയുന്ന പോലെ സുപ്രീം ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്റിംഗ് ആണ്, ഉപവാസമാണ്. അപ്പോൾ ലോകത്തുനിന്ന് ഈ ഒരു ഉപവാസം വളരെ പ്രചാരത്തിൽ വരികയാണ്. അതിനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ 16 മണിക്കൂർ ഭക്ഷണം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. 8 മണിക്കൂറിൽ 2 ഭക്ഷണം, ചിലർ ഒരു നേരത്തെ ഭക്ഷണം. ആ ഒരു രീതിയിലുള്ള ഉപവാസം ലോകത്ത് നിന്ന് വളരെ പ്രചാരത്തിലായി വരുന്നുണ്ട്. നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടുപിടിച്ചതും ഇന്ത്യയിലെ ജനകോടികൾ ഗ്രാമീണർ പാലിച്ചിരുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് സായിപ്പ് കച്ചവടമാക്കുകയാണ്. ഇതെല്ലാം കച്ചവടമാക്കി വരികയാണ്. ഇപ്പോഴത്തെ പുതിയൊരു കച്ചവടമാണ് പുല്ലിലൂടെ നടക്കാൻ. അത് ബ്രാൻഡ് ചെയ്ത് അപ്പം നമ്മുടെ എർത്തടിക്കും ഭൂമിയായിട്ട്. നമ്മളുടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി, അപ്പോൾ നെഗറ്റീവ് എനർജി മുഴുവൻ എർത്തടിച്ചു പോകും. ദിവസേന ഒരു 15 മിനിറ്റെങ്കിലും പുല്ലിലോ മണ്ണിലോ നടക്കണം. അത് നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്ക് ആരോഗ്യ പ്രയാസങ്ങളുള്ളത് എന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ച് വരുന്നത്. നമ്മളെല്ലാം ചെരുപ്പില്ലാണ്ട് നേരെ നടന്നിരുന്നതാണ്. സായിപ്പ് വന്നിട്ട് പറഞ്ഞ് ചെരുപ്പിട്ട് നടക്കണം. മണ്ണിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കൊക്കോപ്പുഴു വരും, ചെളിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എലിപ്പനി വരും, ചാണകത്തിലെങ്ങാനും ചവിട്ടിക്കഴിഞ്ഞാൽ ടെറ്റനസ് പിടിക്കും. ടെറ്റനസ് പിടിപ്പിക്കുന്നത് ഇവരുടെ മരുന്നുകളാണ്, അലോപ്പതി മരുന്ന്, ഇഞ്ചക്ഷനുമാണ്. ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ അപകടം രോഗചികിത്സയാണ്, അലോപ്പതി ചികിത്സയാണ്.